ഹലോ, വെൽക്കം ടു ഓപ്പൺ കിച്ചൺ. പുതിയ രുചികൾ തേടി ഞാൻ ഇന്ന് എത്തിയേക്കുന്നത് ഒരു പടിപ്പുരയിലാണ്. പടിപ്പുര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഏതെങ്കിലും വീടിൻ്റെ പടിപ്പുരയാണ്. ഇതല്ല, ഇത് പടിപ്പുര ഷാപ്പാണ്. തൃപ്പൂണിത്തുറയിൽ, അതായത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള പടിപ്പുര ഷാപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ കറികൾ നല്ല ഒന്നാന്തരം കറികളാണ് ഞാൻ കേട്ടേക്കുന്നത്. അതായത് നമുക്ക് ഇന്നത്തെ ആഘോഷം ഈ ഷാപ്പിലാക്കാം. വാ. ഞാൻ പറഞ്ഞില്ലേ, ഷാപ്പിലെ കറികളുമായിട്ട് നിങ്ങളെ ഞാൻ വീണ്ടും കൊതിപ്പിക്കാൻ പോകുന്നത്. ഇതാ നോക്കൂ, എൻ്റെ പൊന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 കൂട്ടം കറി. ഇത് മേശ നിറഞ്ഞുകൊണ്ടാണ്. ഇനിയും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ? ഇനി 5-8 കൂട്ടം ഉണ്ട് അല്ലേ? 5-8 കൂട്ടം ഉണ്ട്. ഇത് പടിപ്പുരയുടെ മാനേജറാണ്, പടിപ്പുര കള്ള് ഷാപ്പിൻ്റെ മാനേജറാണ് മിസ്റ്റർ ബാബു. ബാബു ചേട്ടാ, അപ്പം ഇന്ന് നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാം അല്ലേ? കുറച്ച് നാളായിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ നീ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോവുക. അവിടെ നിന്ന് ഇങ്ങനെ വിശാലമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് അലമാരിക്കുക. അതാണ് ഇപ്പോഴത്തെ ഹോബി. ഏതാണ് നമുക്ക് ആദ്യം കൈവയ്ക്കേണ്ടത്? നമുക്ക് കരിമീൻ വറുത്തത്. കരിമീൻ വറുത്തത്. ഓക്കെ, കരിമീൻ വറുത്തത് നിങ്ങളുടെ എല്ലാവരും ആശീർവാദത്തോടു കൂടി ഞാൻ കൈവയ്ക്കാൻ ശ്രമിക്കുകയാണ്. നിറയെ വളയങ്ങൾ, സബോള വളയങ്ങൾ കൊണ്ട് ഇത് അലങ്കരിച്ചേക്കുവാണ്. നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നടുക്കഷ്ണം നോക്കി കഴിക്കാം അല്ലേ? എന്താ കരിമീൻ്റെ ഒരു മടി എൻ്റെ അടുത്തേക്ക് വരാൻ. സൂപ്പർ. കരിമീൻ വറുത്തതെന്നൊക്കെ പറഞ്ഞ് ഇതാണ്. ഈ കരിമീൻ വറുത്തതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ രുചി പോകുന്നതിന് മുമ്പ് കഴിക്കാൻ പറ്റിയായിട്ട് ഏതാ? കപ്പ ഒരു കഷ്ണം എടുത്ത്. കപ്പ. ഓക്കെ, എല്ലാത്തിൻ്റെയും കൂടെ ഓരോ കഷ്ണം കപ്പ കഴിക്കണം അല്ലേ? ഉപ്പില്ലാതെ അല്ല, ചുക്കില്ലാതെ കഷായം ഇല്ലാന്ന് പറഞ്ഞ പോലെ കപ്പയില്ലാതെ എന്ത് ഷാപ്പിലേക്ക് അറിയില്ല. കപ്പക്കാരുടെ ഡിമാൻഡ്. അതെ. മോചേട്ടാ, എത്ര നാളായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 12 വർഷം ഇവിടെ തുടങ്ങി. ഇതിനു മുമ്പ് ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്ഥലത്തായി. ഏതാണ് അടുത്ത് കൈവയ്ക്കണ്ടേ? നമുക്ക് കഴിക്കേണ്ട അടുത്തത് നമുക്ക് ചെമ്മീൻ നോക്കിയാലോ? ചെമ്മീൻ. ആഹാ, ചെമ്മീൻ നോക്കിക്കളയാം. ചെമ്മീനും കപ്പയും കൂടി കഴിക്കല്ലേ? നോക്കാം. തൊണ്ട് കളന്ന് നല്ല നാരൻ ചെമ്മീൻ. അതെ, നാരൻ ചെമ്മീൻ. നല്ല നാടൻ ചെമ്മീൻ. കേട്ടില്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിപ്പം ഇച്ചിരി എരിവുണ്ട്. കാരണം അത് ഈ ഷാപ്പ് കറിയുടെ ഷാപ്പിലെ കറികളുടെ ഒരു പ്രത്യേകതയാണ്. കുടിക്കുന്ന സാധനത്തിൽ ഒരു എരിവും പുളിയൊക്കെ ചേർന്ന് നല്ല സാധനം, നല്ല അടിപൊളി. ഇതെന്ത് മീനാ? കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചോണ്ടിരിക്കും. പൂമീൻ, ഫ്ലവർ മീൻ, പൂമീൻ. പ്രത്യേകത ഒരിക്കലും നമ്മൾ മറ്റുള്ള ഗ്യാസോ അതൊന്നും ഉപയോഗിക്കാണ്ട് വിറകിൽ തന്നെ ശരിയാക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാം നല്ല നാച്ചുറൽ പൗഡർ. ഈ പൂമീൻ നല്ല പൂ പോലെ മൃദുലം, നല്ല രുചിയുണ്ട്. ഒരു ചെറിയ കഷ്ണം കൂടി എടുക്കാം. ആയിക്കോട്ടെ. ചെറിയ സ്ഥലം മുഴുവൻ തിന്നാണ്. മുഴുവൻ തിന്നെ. ഇതെല്ലാം കൂടെ നോക്കണ്ടേ? ഇതിന് പൂമീന് ഇപ്പം ഈ ചെമ്മീനേക്കാളും കുറച്ചും കൂടെ പുളി കൂടുതലിടും. ചില മീൻ കറിക്ക് എപ്പോഴും പുളി ഉണ്ടാവണം. ശരിക്കും ചെമ്മീനേക്കാൾ കൂടുതൽ പുളി വേണ്ടത് മീനുകൾക്കാണ്. അതിന് അത്യാവശ്യം നല്ല പുളിയുള്ള കറിയാണ്. നമുക്ക് ഒരു ദിവസം പോർക്ക് ഫ്രൈ തിന്നാലോ? യെസ്, പോർക്ക്. നല്ല നാടൻ പോർക്കാണ്. നല്ല നാടൻ പോർക്ക് എടുക്കാം. ഇത് ഇറച്ചി. പോർക്കിന്റെ ഇറച്ചി. ഇത് പോർക്ക് നമ്മൾ നാടൻ രീതിയിൽ വെക്കുന്നതാണോ? നാടൻ രീതിയിൽ തന്നെ. സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അതേ ഇതിൽ തന്നെയാണ് ഇവിടെ. അതെ അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടൻ പോർക്കാണ്. നല്ല നാടൻ രീതിയിൽ. ശരിക്കും ഇത് വറുത്തെടുത്തതാണോ ഒലത്തിയെടുത്തതാണോ? വേവിച്ച് നമ്മൾ ഒലത്തിയെടുക്കാം. നല്ല രുചിയുണ്ട്. ഇത് നമുക്ക് താറാവിന്റെ ഒരു രസം പിടിച്ചാലോ? യെസ്. ഏറ്റവും നല്ല കറിയിലെ ഒരു കറിയില് എല്ലാ കറികളിലും ഭേദപ്പെട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന താറാവ്. ബ്രോയിലർ അല്ല, നമ്മുടെ നാടൻ താറാവ്. ബ്രോയിലർ അല്ല, നമ്മുടെ നാടൻ. അതായത് പാടത്തൊക്കെ അഴിച്ചുവിട്ട് വളർത്തി എടുക്കുന്ന താറാവ്. മേശ നിറച്ച് വിഭവങ്ങളായതുകൊണ്ടേ
കുട്ടനാടൻ താറാവേ ഈ കഷ്ണം എടുക്കട്ടെ. അതിൻ്റെ അകത്ത് എല്ല് ഈ കഷ്ണത്തിൽ എല്ലില്ല. ഇല്ലില്ല. സൂപ്പർ. എല്ലില്ലാന്ന് പറഞ്ഞാൽ എല്ലുണ്ട് കേട്ടോ. ഒരു കഷ്ണം ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് ഈ രണ്ടാമത്തെ കഷ്ണം കൂടി കഴിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. കാരണം അത്രയ്ക്ക് രുചിയുണ്ട്. എല്ലാം നമ്മൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വെളിച്ചെണ്ണ, അല്ലാണ്ട് ഒരു ഓയിലുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണ മാത്രമാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക രുചി എനിക്ക് ടേസ്റ്റ് നോക്കുന്ന ഓരോ കറികളിലും തോന്നുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് അതൊരു കക്കാർച്ചി ഉണ്ട്, അതാണ് സാധനം. ഇത് കക്കാർച്ചി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കക്കയില് നമ്മുടെ കല്ലുമ്മക്കയുടെ അടുത്ത് വരും. ഏതാണ്ട് അത്ര മുഴുപ്പുണ്ടാവും. കല്ലുമ്മക്കയുടെ അനിയൻ. അപ്പൊ ഇതിന്റെ മുഴുപ്പെന്ന് വെച്ചാല് ഇതിന്റെ കംപ്ലീറ്റ് അഴുക്കുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞ് ഫ്രഷ് ആക്കി എടുത്തിട്ട് വറുക്കുന്നതാണ്. ശരിക്കും വറുത്തെടുക്കുന്നത്. ഒറ്റപ്പെടുത്തത്തിന് മുഴുവൻ കക്കയും കഴിക്കാന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ ശരി കേട്ടോ. ആ ഒരു സാധാരണ പിന്നെ കക്ക കഴിക്കുമ്പോൾ നമുക്കൊരു ഉളുമ്പ് ടേസ്റ്റ് ഉണ്ടാവും സാധാരണഗതിയിൽ കഴിക്കുമ്പോൾ. ഇത് ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പർ ടേസ്റ്റ്. പാകത്തിന് എരിവ്, പാകത്തിന് ഉപ്പ്, പാകത്തിന് എന്താ പറയുക പുളി ഇല്ല അതിൻ്റെ അകത്ത്. ബാക്കിയെല്ലാം പാകത്തിന്. നമ്മുടെ സാധാരണ കായലിൽ നിന്ന് പിടിക്കുന്ന ഒരു സാധനമാണ് കൊഴുവ. പക്ഷെ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമുണ്ട് നത്തോലി എന്നും പറഞ്ഞു. പക്ഷെ നത്തോലിയും ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസം. ഇത് നമ്മുടെ ഈ വേമ്പനാട്ട് കായൽ, അതുപോലെ കായലുകളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സൂചിക്കൊഴുവ എന്ന് പറയും. സൂചിക്കൊഴുവ. സൂചി കോതമ്പെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സൂചിക്കൊഴുവ അത്രയും ചെറിയ കൊഴുവാണ്. സൂചി പോലെ ഇരിക്കുന്ന ഒരു കൊഴുവാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളൊരു സാധനം. കാൽസ്യ സമൃദ്ധമായിട്ടുള്ള സൂചിക്കൊഴുവ. ഞാൻ നോക്കട്ടെ. അങ്ങനെ ശരി കേട്ടോ. നല്ല എന്തൊരു പ്രത്യേക രുചി. എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കിടിലൻ ടേസ്റ്റാണ്. ഇനി അടുത്ത് നമുക്ക് ഏതാ വേണ്ടേ? അടുത്തത് നമുക്ക് കൂന്തൽ കഴിച്ചില്ലല്ലോ. ഇല്ല, കൂന്തൽ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. ഇവിടുന്ന് കഴിക്കണം. നല്ല വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. പഠിപ്പുരയിലെ കറി എങ്ങനെയാണെന്ന് പറയാനെങ്കിൽ അത് കഴിച്ചിട്ടില്ല പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു ജോലി തന്നെ ഇതാണ്. ഓരോ സ്ഥലത്തെ വ്യത്യാസങ്ങൾ നോക്കുക. കൂന്തലാണേ. സൂപ്പർ. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കണമെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ ഇത് എന്താ പറയുക, സാധാരണ കഴിക്കുമ്പോൾ ഇതിന് കൂന്തലിന് നമുക്കൊരു ആ ഒരു മീനിൻ്റെതായിട്ടുള്ളൊരു ഉളുമ്പ് എന്നല്ലേ പറയാ, ഉളുമ്പ് ചൊവ്വാന്നല്ലേ പറയാം. ഇതിന് ഉളുമ്പ് പോയിട്ടില്ല. അതെ അതെ. ഇത് നല്ല നീറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഞണ്ടുണ്ട്, നമുക്കൊന്ന് തുടങ്ങി. നമ്മുടെ മറ്റേ മിസ്റ്റർ വേൾഡ് ഞണ്ടിരിക്കുന്നു. ഞണ്ടിന് എവിടെ പിടിക്കുക, എവിടെ പിടിച്ചാലും സെൻട്രൽ പീസ്. ഓക്കെ, നോക്കിയോണേ. നല്ല എന്താ പറയാ, കേമായിട്ടുണ്ട് സംഭവം. ഇനി അടുത്തത് നമുക്ക് അടുത്തത് ഒന്ന് ബീഫാണ്. ബീഫ് ഫ്രൈ ആണേ സംഭവം. അതിൻ്റെ കളറും ആ ഒരു പരുവം കണ്ടിട്ട് കാഴ്ചയിൽ എനിക്ക് ഭയങ്കര രുചി തോന്നുന്നുണ്ട്. ഇനി കഴിച്ചു കഴിയുമ്പോൾ എന്താ പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വന്നു. അപ്പോൾ കൊള്ളാം കേട്ടോ. കാരണം പാകത്തിന് വേവ്, ഉപ്പ് മുളക് എല്ലാം കറക്റ്റാണ്, ആവശ്യത്തിന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാണ്ട് പാകമായ നമ്മൾ ഒരു കഷ്ണം കൂടി കഴിക്കാതെ പോകണം, മോശമല്ലേ?